അല്ല സുധീറെ, എന്തെത്തപ്പ എന്റെ കോലോ? ആദ്യത്തെ തുടുപ്പൊക്കെ പോയല്ലോ. ജോലി അതല്ലേ കാസിമേ, ഒരൊറ്റ എമർജൻസി കോൾ വന്നാൽ മതി, അപ്പം പോകണം. പിന്നെ ഈ കൃത്യസമയത്തുള്ള ഉറക്കം, ഭക്ഷണം, വിശ്രമം ഇതൊന്നും ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഇല്ലല്ലോ. അപ്പോൾ തുടിപ്പൊക്കെ ഇത്തിരി കുറയും. പിന്നെ നമ്മളെ റോഡിലെ ട്രാഫിക് നിനക്കറിയാലോ, അതിനിടയിലൂടെ തിക്കിത്തിരക്കി ഈ രോഗിനെ കൃത്യസമയത്ത് ആസ്പത്രിയിൽ എത്തിക്കേണ്ടതിൻ്റെ മാനസിക സമ്മർദ്ദം വേറെ. സത്യം പറഞ്ഞാൽ തൊണ്ട വരണ്ട ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും സമയം കിട്ടില്ല. പണ്ട എനിക്ക് ഗൾഫ് പോന്നൂടേനിയോ? എന്നാ അപ്പൊ എന്നെ പോലെ എനിക്ക് സെറ്റപ്പായി നടന്നൂടേനിയോ? ഹലോ, അതെ, ഇതെവിടെ സ്ഥലം? ആ ശരി, പെട്ടെന്ന് വരാം. കാസിമേ, ഒരു ആക്സിഡന്റ് കേസ്, ഞാനിപ്പോൾ വരാം. അല്ല ചങ്ങായി, ഞാൻ ഇത്ര ദൂരത്തുനിന്ന് ഇവിടെ വന്നിട്ട് എനിക്കൊരു കൂട്ടം പറയാൻ നേരില്ലല്ലേ? കുടുംബത്തിന്റെ കൂടെ തന്നെ ഒന്ന് കൂടിയിരുന്ന് വർത്താനം പറയാൻ സമയം കിട്ടുന്നില്ലേ കാസിമേ? ആടോ, ഓൻ ഇന്നലെ എന്റെ അടുത്ത് നിന്നല്ല പോയത്. ആക്സിഡന്റ് പറ്റിയ ആളെ ഹോസ്പിറ്റലാക്കി തിരിച്ചു വരുന്ന സമയത്ത് പൊറ്റമ്മൽ ജംഗ്ഷൻ ആയി സംഭവം. വല്ലാത്തൊരു കഷ്ടായി പോയില്ല. പൊറ്റമ്മൽ ജംഗ്ഷനിൽ ആംബുലൻസ് നിർത്തിയിട്ട് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോ വണ്ടി കാണില്ല. ബാങ്കാർ കൊണ്ടുപോയി വണ്ടി വാങ്ങിയാൽ അടവടക്കേണ്ടടോ. നമ്മളെ കുടുംബത്തിൽ ഓനെപ്പോലെ ഒരൊറ്റ ഒരുത്തനേ ഉള്ളൂ. നമ്മളൊക്കെ വലിയ നിലയിലല്ല, എനിക്കറിയണല്ലേ? ആ, വണ്ടി പോയ ബേജാറില്ല. സുധിയറേ, എന്താ ഈ വണ്ടിന്റെ കാര്യോ? ഹലോ, എന്തായി? ആണോ? ഓ, ആശ്വാസമായി. ആ ശരി ശരി, ഓക്കെ. കിട്ടി? ആ കിട്ടി, ജീവൻ തിരിച്ചു കിട്ടി. പിന്നെ കൈക്കും കാലിലും ചെറിയൊരു പ്രശ്നമുണ്ട്, അത് പിന്നെ ഫിസിയോതെറാപ്പി ചെയ്താൽ ശരിയാവുന്ന ഡോക്ടർ പറഞ്ഞു. ഈ ആരെ കാര്യ പറയുന്നത്? ഇന്നലെ ആക്സിഡന്റ് പറ്റിയിട്ട് ഞാൻ കൊണ്ടുപോയില്ലേ, അയാളെ കാര്യം. അല്ല, അപ്പൊ എന്റെ വണ്ടിന്റെ കാര്യോ? അതിപ്പോ ഇതിലും വലിയ കാര്യമൊന്നുമല്ലല്ലോ. വണ്ടിന്റെ അടവ് തെറ്റി ബാങ്കാർ വന്ന് വണ്ടി കൊണ്ടുപോയി, അത്രല്ലേ ഉള്ളൂ. ഇതിനപ്പൊ പരിഹാരമില്ലാത്ത. കാസിമേ, ഈ അത്യാസന്ന നിലയിലുള്ള രോഗികൾ ആസ്പത്രിയിൽ എത്തിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ മനസ്സിലൊരു ആദ്യം ഇങ്ങനെ കത്തി നോക്കും, അയാളെ അവസ്ഥ എന്തായിരുന്നു. രക്ഷപ്പെട്ടു എന്ന് അറിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു ആശ്വാസമുണ്ട്. അതിന്റെ സന്തോഷം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല കാസിമേ. പിന്നെ ജീവിതത്തിൽ ഞങ്ങൾ വലിയ സെറ്റപ്പ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്ന ജോലിയുണ്ട്, അത് ഞങ്ങൾക്ക് ഗെറ്റപ്പ് തന്നെ.